നോ കോംപ്രമൈസ്. അവിടെ മാത്രം ഗെയിം എന്നുള്ള രീതിയിൽ അതാണ് പല ആൾക്കാരും സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് സ്ട്രാറ്റജി ആയിട്ട് കണ്ടിട്ടിരിക്കാൻ ആവശ്യമില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം എൻ്റെ മെയിൻ സ്വപ്നം അമ്മയുടെ സ്വപ്നമാണ്. എനിക്ക് 100 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ലവ് സ്ട്രാറ്റജി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് സ്ട്രാറ്റജി അല്ല, എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ഇഷ്ടമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഇതുവരെ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി എൻ്റെ ലൈഫിലില്ല. ഞാൻ പഠിച്ചതൊരു ബോയ്സ് ഓൺലൈനാണ് പഠിച്ചത്. +4 ക്ലാസ് വരെ മിക്സഡ് പഠിച്ചിട്ടുള്ളൂ. പിന്നെ 12 വരെ +2 വരെ ബോയ്സിൽ, പിന്നെ അവിടുന്ന് മെക്കാനിക്കല് അവിടെയും ബോയ്സിൽ, PG-യിലാണെങ്കിൽ അവിടെ 4 പേര് മെക്ക തന്നെ. പിന്നെ എവിടെയാ എൻ്റെ അമ്മ ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ സെറീനിൻ്റെ അടുത്താണ്. കാരണം 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ജുനൈസായിട്ട് ഉണ്ടെങ്കിലും പക്ഷെ പല കാര്യങ്ങളും തുറന്നു ഒന്ന് സംസാരിച്ച് അവൻ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റും വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവാ. പിന്നെ ചെമലിനോട് നോക്കി സംസാരിക്കാൻ പറ്റും. എനിക്ക് വട്ട് പിടിക്കൂലേ? ആരെങ്കിലും ഒരാളെടുത്ത് കണക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ആളെടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ സെറീനയുടെ അടുത്താണ് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളത്. അവൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്ഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇതിപ്പോ ഞാൻ പറയട്ടെ, പുറത്ത് മേ ബി അത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടത്തിലാണ്, പ്രണയത്തിലാണെന്നുള്ള ഒരു ഇഷ്ടം, പ്രണയം ഇഷ്ടം വന്നത് എന്താ വെച്ചാൽ മേ ബി ഇതിങ്ങനെ വരുന്ന ഈ ഒരു ട്രാക്ക് വരുന്നതിന് മുന്നേ തന്നെ റെനീഷയും സെറീനയും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. റെനീഷ സെറീനയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു സാഗറേട്ടൻ എന്തോ ഒരു ഇത് നിന്റെ കൂടെ ഉണ്ട് എന്നിങ്ങനെ ഒരു രീതിയിൽ റെനീഷ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അയ്യോ ഇത് ഓൾറെഡി നടന്ന കാര്യമായിട്ട് ആൾക്കാർ എന്തോ ഒരു ലൈക്ക് ഒരു ഇത് സെറീനയുടെ അടുത്ത് ഉണ്ട്. അപ്പൊ സെറീന അവിടെ നിന്ന് ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിലും റെനീഷ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും നീ നോയല്ലേ പറയുള്ളൂ. അപ്പൊ സെറീന അഫ്കോഴ്സ് ഞാൻ നോയെ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അതിനുശേഷമാണ് മേ ബി സാഗർ ഈ പറഞ്ഞ പോലത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ സെറീനയ്ക്കും തിരിച്ച് സാഗറിനോട് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ. ഈ പറഞ്ഞ സ്നേഹം പല രീതിയിലുണ്ടല്ലോ. പ്രണയം എന്നുള്ള സ്നേഹം മാറ്റി വെച്ചാൽ മേ ബി ഒരു സ്നേഹം സെറീനയ്ക്കും തോന്നിയിട്ടുണ്ടാവാം. പിന്നീട് സെറീനയിൽ ഉണ്ടായ ഒരു മാറ്റം അതാണ് പുറത്ത് വേറൊരു രീതിയിൽ വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ അല്ല, നിങ്ങൾ അതിന്റെ അകത്തുള്ളപ്പോ ഓൾറെഡി റെനീഷയും സെറീനയും തമ്മിലൊരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് സാഗറും സെറീനയും ഇത്ര അറ്റാച്ച്ഡ് ആവുന്നത് കാണിക്കുന്നത്. അറിയുന്നില്ല. അങ്ങനെ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു കൂട്ടും ഇതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അത് വെച്ചിട്ടാണ് ആളുകൾ കണക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയാം, പക്ഷെ എനിക്ക് അതറിയില്ല. അവിടെ റെനീഷ സെറീന ടോക്ക് എന്താണെന്ന് എനിക്ക് സത്യം അറിയില്ല ഇതായിരുന്നു ടോക്ക്. പക്ഷെ സെറീനയാണ് അടുത്ത് വന്നിട്ടുള്ള ഒരു നല്ല രീതിയിലൊക്കെ സംസാരിച്ചു കളിക്കുക മൊമെന്റിൽ അങ്ങനെ ആ രീതിയിലൊക്കെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഞാൻ വെക്കുന്നത്. ഞാൻ പർപ്പസ്ഫുള്ളി ഞാൻ അവളുടെ അടുത്ത് സെറീനയുടെ അടുത്ത് ഇഷ്യൂഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ചിത്തേട്ടം വന്നപ്പോൾ എനിക്കത് ഗെയിം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന രീതിയിൽ. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തന്നെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണല്ലോ. അപ്പം ഞാൻ രാത്രി ചെയ്യുമ്പോഴാ ഞാനിങ്ങനെ പർപ്പസ്ഫുള്ളി ഗെയിം എന്നതിൽ മാറി നിൽക്കുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു സംഭവം ജനങ്ങളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലല്ല അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ഉണ്ടായിക്കോട്ടെ. കാരണം ഈ നോമിനേറ്റ് ചെയ്യുമ്പോൾ റീസൺ എന്ന് പറയുമ്പോൾ സാഗറും സെറീനയും തമ്മിൽ ലവ് ട്രാക്ക് കളിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയൊക്കെ വരും. അത് നമുക്ക് രണ്ടുപേരും ബാധിക്കുന്ന സാധനം. ഞാൻ തന്നെ അവളുടെ അടുത്ത് പർപ്പസ്ഫുള്ളി അങ്ങനെ 1-2 പ്രാവശ്യം ചൂടായി സംസാരിച്ചിട്ടുണ്ട്, അവിടെയുള്ള ആൾക്കാർ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ. അതുകൊണ്ട് രാത്രി ഒരു സാഗർ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഭയങ്കര മോശം, അങ്ങനെയാണ് മച്ചാനെ, ഇങ്ങനെയാണ് സംഭവം, ഗെയിം അതിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമാണ്, അവളോട് ഒരു ബ്രേക്ക് ഇടാണ് നമുക്ക് എല്ലാം കൊണ്ടും നല്ലത്, ആ രീതിയിൽ വന്നു. പക്ഷെ വീണ്ടും ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ വേറെ ആരും സംസാരിക്കില്ല. പറവരി നമ്മൾ പിന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ അവരാണ്. പിന്നെ ആരോട് സംസാരിക്കാൻ എന്താ വന്നതെന്നറിയോ? നിങ്ങൾ ഇടയ്ക്ക് സോഫയിൽ ഇരുന്ന് സംസാരിക്കുമല്ലോ, എന്നിട്ട് ഉറക്കെ സംസാരിക്കാനൊക്കെ നിങ്ങൾ രണ്ടു സോഫയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പൊ താഴെ വരുന്ന കമന്റ്സ് അവരുടെ സ്നേഹം അത്രയും പ്യുവർ ആയിരിക്കും, അവരിപ്പൊ അത് വേണ്ട, പുറത്തിറങ്ങിയിട്ട് അവരത് തമ്മിൽ സംസാരിച്ച് സെറ്റ് ആക്കാനായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര ഓപ്പൺ ആയിട്ട് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കില്ല. പക്ഷെ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാനത് സ്റ്റിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അല്ല, എല്ലാവരും പറയുന്നത് അവരുടെ ആ ഒരു സ്നേഹത്തിനെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനൊരു സ്പേസ് കൊടുക്കുക. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് അത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. ഞാനും സംസാരിച്ചിട്ടില്ല, അവളും സംസാരിച്ചിട്ടില്ല. എനിക്ക് അറിയില്ല ഇപ്പൊ അവള് ഗെയിം കഴിഞ്ഞ് ഇറങ്ങുമ്പോ എന്താന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷെ അത് എന്നെ സംഭവിച്ചത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ഗെയിം വെച്ച് കളിക്കുകയാണ്, എനിക്കൊന്നും പറയില്ല, വെറുതെ എനിക്കൊന്നും പറയില്ല. എനിക്ക് അങ്ങനെ നിലനിൽക്കൊന്നും വേണ്ട. ഇപ്പൊ രജിത്തേട്ടെന്ന് അവിടെ വന്നപ്പോൾ നിങ്ങൾ ലവ് സ്ട്രാറ്റജി ആണല്ലോ ഇത്, നിങ്ങൾ അതൊക്കെ മാറ്റിക്കുമ്പോൾ അവള് പറയുന്നത് അത് സ്ട്രാറ്റജി അല്ല. അപ്പൊ എനിക്ക് അപ്പൊ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പുറത്തിറങ്ങിയിട്ട് എനിക്കറിയില്ല എന്താണ് ഞാൻ. പക്ഷെ എൻ്റെ രീതിയിൽ പറയും, എനിക്ക് എൻ്റെ ലൈഫിൽ
ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ള കുട്ടിയാണ്. എൻ്റെ പല കാര്യങ്ങളും ഫാമിലിയായിട്ട് ഭയങ്കര കണക്ഷൻ തോന്നിയിട്ടുണ്ട്. ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ ഉത്തരം. അതൊരു ലവ് സ്ട്രാറ്റജി അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തറിയാലോ നമ്മള് ചെറുത് എന്തെങ്കിലും ഇതിന്റെ മുന്നിലേ ഇപ്പൊ ഇതിന്റെ മുന്നിൽ നടക്കുന്നതിന് തൊട്ട് മുന്നിൽ വലിയൊരു കഥയുണ്ടാവും. ആ കഥ നിങ്ങൾ കാണുന്നില്ല. അതെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് സാധനം വരുമ്പോ ഓ സാഗറും സെറീനയും റിലേഷൻഷിപ്പിലാണ്, അങ്ങനെയുള്ള ഒരു സംഭവമാണ് മൊത്തത്തിൽ ഇവിടെ പുറത്ത്. നിങ്ങൾ കാണുന്ന പോലെയല്ല. എഡിറ്ററിന്റെ കയ്യിലാണ്. എഡിറ്ററിന് വില്ലനാക്കാം, നായകനാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. ഓക്കെ, ഇപ്പോ റെനീഷയുടെ സെറീനയുടെ കോൺവെർസേഷൻ കഴിഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെ സംഭവത്തിലേക്ക് എത്തി. പിന്നെ മൂന്നാമത് വരുന്നത് ആ ലവ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, പിന്നെ അതൊരു ട്രോളായി ഇവിടെ. അവിടെ എത്തിയപ്പോഴേക്കും സംഭവം പിന്നെ എല്ലാരും ദൈവം ഇത് എന്താണ് നടക്കണേന്നായി. ഇത് വേറെ പ്രശ്നം. നാദര വന്നിട്ട് ഇഷ്ടാന്ന് പറഞ്ഞു എന്റെ അടുത്ത്. സാധനം അത് മാത്രമല്ല ജൂനൈസിന് സെറീനയുടെ ആകെ കൂടി അവിടെ ഞാൻ ആരോട് ഗെയിം കളിക്കും എന്നുള്ള അവസ്ഥയിലായി പോയി. അതിൽ എനിക്ക് ജുനൈസ് പലപ്പോഴും നമ്മൾ 3 പേരായിട്ട് ഇരിക്കുമ്പോൾ ജുനൈസ് സെറീനയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഇവിടെ എന്തോ ഒരു ഇതുണ്ടെന്ന്. അപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കണ്ടേ, ഞാൻ മൂന്നാമതിരിക്കുമ്പോൾ ഞാൻ അവിടെ ഒഴിഞ്ഞു മാറിപ്പോകും. പക്ഷെ അത് സെറീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നില്ല. അപ്പൊ സെറീന ഒരു ദിവസം ഇത് മനസ്സിലാക്കിയ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞാ സാറും ജുനൈസ് എൻ്റെ അടുത്ത് ചെറിയൊരു ഇഷ്ടമുണ്ട്. അപ്പൊ എനിക്കത് നേരത്തെ അറിയാം, എനിക്കത് നേരത്തെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയും അവർ ഗ്യാങ്ങിൽ വരുമ്പോൾ ജുനൈസ് എന്തെങ്കിലുമൊക്കെ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ നൈസായിട്ട് എപ്പോഴും അതിന് രണ്ടുപേരും സംസാരിച്ചു. എനിക്കത് മനസ്സിലായിട്ടുണ്ടായി. പക്ഷെ സാർ എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുണ്ടാകുന്നില്ല. പിന്നെ നാദരയുടെ കാര്യം എന്ന് പറയുന്നത് അവൾക്ക് തുടക്കത്തിൽ എന്നെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോപിക ഞാൻ പിന്നെ ഇപ്പോൾ വിളിച്ചപ്പോഴൊക്കെയാണ് പറയുന്നത്, ഗോപിക എടുത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവളെൻ്റെ അടുത്ത് ഇഷ്ടമാണ് ഒരു കാര്യം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. എടാ എൻ്റെ ലൈഫ് ഭയങ്കര പ്രശ്നമാണെടാ, നിനക്കറിയാലോ എൻ്റെ ലൈഫിൻ്റെ കാര്യം എന്താണെന്ന്. ഞാൻ ചെറുപ്പം മുതലേ സ്നേഹം കിട്ടി വളർന്നിട്ടുള്ള ഒരാളല്ല. ഞാൻ പലപ്പോഴും സ്നേഹം പിടിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ നീ എന്താണ് ഞാൻ സ്നേഹിക്കുന്ന എന്നെ നിനക്ക് എന്താ പറ്റാത്തേ? അവിടെ വലിയൊരു പോയിന്റ് പറഞ്ഞു. അപ്പം അത് എനിക്ക് ആ പോയിന്റ് പുറത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു കറക്റ്റായിട്ട് പറയട്ടെ, ഞാൻ പുറത്ത് ഭയങ്കര സ്നേഹം കിട്ടാത്ത ആളാണ്, ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടിട്ടുള്ള ഒരാളാണ്, എനിക്കിതൊരു സ്നേഹം കിട്ടിയിട്ടില്ല, ഞാൻ ഭയങ്കര സ്നേഹം പിടിച്ച് മേടിക്കുന്ന ഒരാളാണ്, എനിക്ക് തന്നെ ഉള്ള ആളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഒരിക്കലും ആ രീതിയിൽ ഇഷ്ടം കാണാൻ പറ്റില്ല. എൻ്റെ ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണ്, എനിക്ക് ആ കുട്ടിയുടെ ഇമോഷൻ അത് മാറ്റി കളയാനും മാച്ച് കളയാനും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തന്നെ ആ രീതിയിൽ കാണാൻ പറ്റില്ല. ഞാൻ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാണാം. അപ്പോൾ അവൾ നോമിനേഷൻ്റെ പ്രോസസ്സിലെത്തുമ്പോൾ എനിക്ക് പുറത്ത് പോയാലും കുഴപ്പമില്ല, പക്ഷെ ഇനിയുള്ള 2-3 ദിവസം നീ എൻ്റെ കൂടെ എന്നെ ഒന്നിന്ന് സംസാരിച്ച് ഞാൻ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അവിടെ നോന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ തോന്നിയില്ല. അവൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. നമ്മളാണെങ്കിൽ സ്നേഹത്തിന്റെ മുന്നിൽ അതിന് മാത്രമേ നമ്മൾ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഗെയിം വെച്ച് കളിക്കാൻ എനിക്ക് അറിയില്ല, അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അത് ഭയങ്കര പ്യൂറായിട്ടുള്ള പരിപാടിയാണ്. അത് വെച്ച് ഗെയിം കളിക്കുക ഇപ്പോഴും എൻ്റെ ഇത്. അപ്പോൾ അവളങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കാരണം അവൾക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷെ എനിക്കാണ് തിരിച്ച് പണി കിട്ടിയത്, അത് വേറെ വശം. അപ്പോൾ അവള് എവിക്ഷൻ്റെ തൊട്ട് മുന്നിലേക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാനാണ് ഇപ്പൊ എവിക്റ്റഡ് ആയിട്ട് കൂടി ഇരിക്കുന്നത്, അവളവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ വേറൊരു ട്വിസ്റ്റ്. ഇപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറയും എനിക്കിപ്പോ അങ്ങനെ കാണാൻ പറ്റില്ല നോ എന്ന് പറയുകയാണെങ്കിൽ അവള് മേലെ പോയിട്ട് ഇരുന്നിട്ട് അറിയും. അപ്പോഴും കട്ട് വരും, ഓ സാഗർ സൂര്യ എത്ര ക്രൂരനാണ്, ഇത്രയും സ്നേഹം തുറന്ന് പ്രകടിപ്പിച്ചിട്ട് പോലും നോ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കരയും, അവൾ ഇമോഷണലാവും. അപ്പോൾ ഞാൻ അവിടെ ചിരിച്ചിരിക്കുന്ന ഒരു ഷോട്ടും കരയുന്ന ഒരു ഷോട്ടും അപ്പോഴും പ്രശ്നം തന്നെയാണ്. ഇത് ഇങ്ങനെ ഞാനിപ്പോ ഇത്രയും ദിവസത്തെ എപ്പിസോഡ് കംപ്ലീറ്റ്ലി കാണുന്ന ഒരാളാണ്. പറ്റുവാണെങ്കിൽ ലൈവ് ഇരുന്ന് അതും കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാഗർ ഇറങ്ങി കഴിഞ്ഞിട്ടും ഞാനൊരു പോയിന്റ് ചിന്തിച്ചിട്ടുണ്ട്, എന്താ സാഗർ ഇതിന് മറുപടി പറയാത്തേന്ന് ഞാൻ അടക്കം ചിന്തിച്ചിട്ടുള്ള കാര്യം നാദിരയുടെ കാര്യത്തില്. എന്തുകൊണ്ടാണ് അതിന് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കും. അത് ഷീച്ചേട്ടൻ ഇടക്ക് വന്ന് പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ആളുകൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ ഷീച്ചേട്ടൻ വന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞു അതെ വേഗം കൊടുക്കുന്നത്, എന്താണ് ഇതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വരാത്തെന്നുള്ളത് ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ സാഗർ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അവിടെ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ടായിരുന്നു ഷീച്ചേട്ടൻ അടക്കം സെറീന അടക്കം എല്ലാവരും നാദിരയുടെ ഇമോഷനെ അത്രത്തോളം സാഗർ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ആ ഒരു പോയിന്റാണ് സാഗർ ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മേ ബി ആ ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ, ആ ഒരു ഇമോഷനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 100 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെയില്ല. പക്ഷെ ഇത് പുറത്ത് വിടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉണ്ട് ബാത്റൂമിലൊക്കെ വെച്ചിട്ട് പറഞ്ഞ സമയത്തുള്ളതൊക്കെ കുറെ പ്രാവശ്യം കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. പെങ്ങളെന്നുള്ള രീതിയിലൊക്കെ കേൾക്കുമ്പോൾ കലി വരും. അപ്പൊ ഞാൻ നമുക്ക് അത് ഇറിറ്റേഷൻ ആവശ്യം നല്ല ഫ്രണ്ട്. അപ്പൊ സാഗർ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ്. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ
അത് ഭയങ്കര പ്യൂറായിട്ടുള്ള പരിപാടി. ഒരു പ്രാവശ്യം പേഴ്സണലി അവിടെ മാറി നിൽക്കാൻ എനിക്ക് ഗെയിമിനൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തി. മീൻസ് കുറച്ചൊക്കെ ഇവിടെയൊക്കെ നമ്മൾ എഫർട്ട് ചെയ്യുമല്ലോ, എത്ര ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇത് എൻ്റെ ലവ് സ്ട്രാറ്റജിയാണ്, ഞാൻ പറയാത്ത ആളാണ്, ഞാൻ പർപ്പസ്ഫുള്ളി അത് പറഞ്ഞതാണ്. എന്നിട്ട് അവളവിടെ പോയിട്ട് ഭയങ്കര കരച്ചിലേക്ക് ഭയങ്കര ചേട്ടാ ഞാൻ എല്ലാവരുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞാണ്, നമുക്ക് ഇത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സെറീനയെ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്താണ്. അതിനുശേഷം ഞാൻ അവിടെ ഒരു പെന്നിട്ട് ഞാൻ കറക്റ്റ് എഴുതി കൂടുതൽ പാരാഫ് എഴുതി കൊടുത്തവൾക്ക് നാദരയ്ക്ക്, എടാ ഇത് ഗെയിമാണ്, ഞാൻ ഗെയിമിൻ്റെ രീതിയിൽ പറഞ്ഞാണ്, ഇനി മുന്നോട്ടുള്ള അതിൽ അടിപൊളിയായിട്ട് കളിക്കണം. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും പേഴ്സണലി സാഗർ എന്ന് പറഞ്ഞൊരു വ്യക്തി ആരും ഹേട്ട് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ അറിയാണ്ട് ഇത് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ തെറ്റ് മനസ്സിലാക്കി ഞാൻ സോറി പറഞ്ഞാണ്. ഒരു എസ് തന്നെ അവൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, അത് എനിക്ക് നാദരയ്ക്ക് അറിയുള്ളൂ എന്താണ് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ള സംഭവം. അത് ഭയങ്കര ക്ലിയർ ആണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്നേഹം ഞാൻ കാരണം കിട്ടിക്കോട്ടെ വിചാരിച്ച് ചെയ്താൽ. പക്ഷെ അത് പുറത്ത് ലവ് ട്രയാങ്കിൾ ആ രീതിയിൽ പറയുമ്പോൾ ചെറിയ വിഷമം, എൻ്റെ ഉള്ളിലുള്ള സാധനം അത് ഈ പറഞ്ഞ തുടക്കം തൊട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് സാഗർ, അതുകൊണ്ടാണ് അത് ഉണ്ടായത്. റെനീഷ സെറീന കോൺവെർസേഷൻ, പിന്നെ നിങ്ങളുടെ ആ ഒരു ട്രാക്ക്, പിന്നെ ഈ ലവ് ട്രാങ്കിൾ വരുമ്പോ എല്ലാം കൂടെ ആളുകൾ കണ്ടിന്യൂസ്ലി കണ്ടോണ്ടിരിക്കുകയല്ലേ. അതാണ് പ്രശ്നം. അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴേക്ക് പുറത്ത് അവിടെ എന്താണ് അറിയുന്നില്ല. പിന്നെ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുന്നില്ല. പക്ഷെ സാഗറിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ഇതാണ്, ഈ ഇമോഷൻ എന്നുള്ളൊരു സംഭവം അവിടെ സാഗറിന്റെ പ്രയോറിറ്റി ആണ്. ക്ലാരിഫിക്കേഷൻ ആവട്ടെ.